ഇന്ത്യയിൽ സംഘപരിവാറിന്റെ ശക്തികൾക്ക് അധികാരത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ഇന്ധനം എന്ന് പറയുന്നത് മുസ്ലിം വിരോധമാണ്. ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ അതൊരു വിജയിച്ചു കഴിഞ്ഞാണ്, അവരത് പ്രായോഗികമാണെന്ന് വിജയിച്ചു കഴിഞ്ഞാണ്. അപ്പൊ ആ മുസ്ലിം വിരോധം എന്ന് പറയുന്ന ഇന്ധനത്തെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ മനസ്സിൽ എപ്പോഴും കത്തിച്ചു നിർത്താൻ എന്താ ചെയ്യേണ്ടത്? അത് അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ മൊബൈലിലേക്ക് 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ മാത്രം മെസ്സേജ് അയക്കുന്ന ഒരു കക്ഷിയുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു കുടുംബ സർക്കിളിൽപ്പെട്ട ഒരു കക്ഷി. വേറെ ഒരു ബന്ധമോ ഒരു സൗഹൃദം ഒന്നും ഉണ്ടാവില്ല. ഈ മെസ്സേജ് എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, എപ്പോഴെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനം മുസ്ലിം ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എനിക്ക് അതിന്റെ വീഡിയോ അയച്ചു തരും. അത് മാത്രം പ്രചരിപ്പിക്കാൻ നിൽക്കുന്ന വലിയൊരു ഫോഴ്സ് ഉണ്ട്. അതിപ്പോ എനിക്ക് വന്ന മെസ്സേജ് മാത്രമല്ല, നമ്മുടെ ഒക്കെ ഫാമിലി ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന മെസ്സേജുകൾ നോക്കിയാൽ അത് കുടുംബത്തിന്റെ ചിലപ്പം കൂട്ടങ്ങളായിരിക്കാം. പ്രത്യേകിച്ചും ഒരു ഹിന്ദു, ഒരു നായർ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് നടക്കും. ഏതെങ്കിലും ഒരു മുല്ലാക്ക ഒരു വിവരക്കേട് പറഞ്ഞാൽ അതിന്റെ മെസ്സേജസ് തമാശയായിട്ടും കളിയായിട്ടും ട്രോളുകളായിട്ടും അത് വളരെ പ്രചരിപ്പിച്ച അതിന്റെ മില്യൻസ് ആൻഡ് മില്യൻസ് എന്നുള്ള അതിന്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കും. ആ പ്രചരണത്തിന്റെ ഒക്കെ പിറകിലുള്ള കാര്യം ഇതാണ്. മുസ്ലിം വിരോധം ഹിന്ദുക്കളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മനസ്സിൽ എപ്പോഴും കത്തിച്ചു നിർത്തുക എന്നുള്ള ഒരു കാര്യമാണ്.